സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. മതി. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി ഞങ്ങൾ വായിച്ചു കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. കർത്താവിൽ കൂടി ഞങ്ങളോട് കൃത്യമായി ഇടപെടുമാറാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചന നൽകിയിട്ടുള്ള ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് മനസ്സരിഞ്ഞാട്ടെ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ. നിനക്ക് സംസാരിപ്പാനുള്ള ഞങ്ങളോട് കൃത്യമായി ഇടപെടുമാറാകണമേ. ഞങ്ങളുടെ അവസ്ഥ അറിയുന്ന ദൈവം നീയാണല്ലേ കർത്താവേ. അവിടെ ഞങ്ങളോട് കൃത്യമായി ഇടപെടുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരുന്നാട്ടെ. ശത്രുവിന്റെ ബന്ധനങ്ങളിൽ ഞങ്ങളെ വിടുവിച്ചാട്ടെ കർത്താവേ. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഒരിക്കൽ കൂടി നമുക്ക് ആ ഭാഗം വായിക്കാം. 5-ാം അധ്യായം അതിന്റെ 3-ാം. ആത്മാവിൽ ദരിദ്രരായവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മുടെ എല്ലാം ആഗ്രഹം നമ്മൾ ഏത് രാജ്യം പ്രാപിക്കണമെന്നാണ്? സ്വർഗരാജ്യം പ്രാപിക്കണം. നമ്മുടെ എല്ലാം ആഗ്രഹം എന്താണ്? നാം സ്വർഗരാജ്യം പ്രാപിക്കണം. നാം അതിനുവേണ്ടി വളരെ ആകുലതയോടും വ്യാകുലതയോടും ആകുലപ്പെട്ടും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ സ്വർഗരാജ്യം പ്രാപിക്കുക. അപ്പോൾ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ അതിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, താൻ പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ ഭാവം വായിക്കുമ്പോൾ താൻ പറയുകയാണ്, സ്വർഗരാജ്യം പ്രാപിക്കേണ്ടതിന്റെ പ്രാരംഭമായ നടപടിയെ യേശുക്രിസ്തുവോട് എടുത്തു കാണിക്കുക. എന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. വേറെ ഒന്നും ചെയ്യാൻ പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആത്മീയമായി നമ്മൾ എന്ത് ചെയ്താൽ മതി? ദാരിദ്ര്യമായ അവസ്ഥയിലേക്ക് നമ്മളൊന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? സ്വർഗരാജ്യം ലഭിക്കും. വേറെ ഒന്നും അവിടെ നമ്മൾ ചെയ്യണ്ട. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട എത്രമാത്രം കാര്യമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയമായി നാം ഒന്ന് ദരിദ്രമായ അവസ്ഥയിലേക്ക് നാം ഒന്ന് കടക്കണം. എന്തോ ഈ ദാരിദ്ര്യാവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വായിക്കുന്ന എന്താണ്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും 2 ഭാഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമുക്ക് ആശയ പെശകുണ്ടാകാറുണ്ട്. ദൈവരാജ്യവും ഈ സ്വർഗരാജ്യവും ഒന്ന് തന്നെയാണോ അതോ രണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വർഗരാജ്യമാണെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് 2 ഇന്റർചേഞ്ച് ആയിട്ട് പറഞ്ഞൊരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 23-24 വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23-24. യേശു തന്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിന്റെ 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ധനവാൻ സ്വർഗരാജ്യത്തിൽ. ഇനി അതിന്റെ 24-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വായിക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിൽ. രണ്ടും ഒന്നിനോടൊന്നിച്ച് ഇണക്കി പറഞ്ഞിരിക്കുക. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. ദൈവരാജ്യം എന്നും സ്വർഗരാജ്യം എന്നും പറഞ്ഞിരിക്കുന്നത് 2 ഏതാണ്? ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെയാണ്. അപ്പൊ അവിടെ കർത്താവ് പറയാണ്, എന്താണ് പറയുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അവർക്കാ ഉള്ളത്. ആർക്ക് വേണ്ടിയാ? ദരിദ്രരായിട്ട് കടന്നു വന്നിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഏതാ? ഈ സ്വർഗരാജ്യം. നമ്മ വായിക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തുവിന്റെ ഈ രാജ്യം ഐക്യമല്ല. ഈ സ്വർഗരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ? ഇവിടെ കിങ്ഡം ഓഫ് ഹെവൻ എന്നാ പറയുന്നത് അല്ലെ? സ്വർഗരാജ്യം കിങ്ഡം ഓഫ് ഹെവൻ. ഓസ്ട്രേലിയയെ പറ്റി നമ്മൾ പറയുന്നത് കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയാറുണ്ട്. ഇല്ല, അതൊരു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഇന്ന് ലോകത്ത് പല രാജകീയ ഭരണകൂടങ്ങളും വളരെ കുറവാണ്. ചില സൗദി അറേബ്യ രാജകീയ ഭരണമാണ്, ബഹ്റൈൻ രാജാവിന്റെ ഭരണമാണ്, കിങ്ഡം ഓഫ് ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയാണ് എന്താണ്? സ്വർഗരാജ്യം അവർക്കുള്ളത്. ആർക്കാ? സ്വർഗരാജ്യം, സ്വർഗത്തിന്റെ രാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ആർക്കുള്ളതാ?
ആത്മാവിൽ ദരിദ്രരായ. അപ്പൊ അതിന്റെ ഭരണാധികാരി ആരാ? ദൈവരാജ്യത്തിന്റെ ഭരണാധികാരി ആരാ? ദൈവം. ആ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള രാജ്യമാണ് ആർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ ഈ ദൈവത്തിന് ഒരു രാജ്യം ഇവിടെ ഉണ്ടോ? അന്നുണ്ടായിരുന്ന തന്റെ ശിഷ്യന്മാർക്ക് പോലും ഈ ധാരണ ഉണ്ടായിരുന്നു. എന്താണ്? യേശുക്രിസ്തു നമുക്കിപ്പം എന്ത് ചെയ്യും? രാജ്യം സ്ഥാപിച്ച് ഞങ്ങൾ 12 പേരും ആരായിത്തീരും? 12 മന്ത്രിമാരായിട്ട് അങ്ങനെ ഭരിക്കും. നോക്കി. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു എന്റെ രാജ്യം എന്താണ്? ഐഹികമല്ല. നോക്കി. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ ആരുടെ കയ്യിൽ നിന്നാണ്? യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് അടുത്ത് ഏൽപ്പിക്കാതെ വണ്ണം എന്റെ ചേവകർ പോരാടുമായിരുന്നു. കാര്യം എന്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ഐഹികമല്ലാത്ത ഒരു രാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുക. എന്താ ഈ രാജ്യം? ഐഹികമല്ലാത്ത ഒരു രാജ്യമാണ്. ഐഹികമല്ലെങ്കിൽ ആ രാജ്യം എന്താണ്? പിന്നെ അതൊരു സ്പിരിച്വൽ, ഒരു ആത്മീക രാജ്യമാണ്. നമുക്ക് വേണ്ടി ഒരു ആത്മീക രാജ്യം വാഗ്ദാനം ചെയ്ത ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ആര് വന്നിരിക്കുന്നത്? നാം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നൽകുന്നത്? ഐഹിക രാജ്യം അല്ല. ഐഹികമായിരുന്നെങ്കിൽ കർത്താവിനെ ഇത് ചെയ്തതിനെ യഹൂദന്മാരുടെ കയ്യിൽ നിന്ന് തന്റെ ചേവകർ രക്ഷിക്കുമായിരുന്നു. അവരുടെ കയ്യിൽ അകപ്പെടുത്താതെ വേണം അവരെ കർത്താവിനെ ക്രൂശിക്കാതെ അതിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് എന്റെ രാജ്യം ഐഹികമല്ല. പിന്നെ എന്താണ്? ആത്മീയമായ എന്റെ രാജ്യം. എന്താണ്? ആത്മീയമായ എന്റെ രാജ്യം. ആ രാജ്യമാണ് ഇപ്പൊ ആർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുക. അത് നോക്കാം. നമുക്ക് ആത്മീയ രാജ്യം എന്താണെന്ന് നോക്കാം. റോമാലേഖനം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 17-ഉം 18-ഉം വാക്യം വായിക്കാം. ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയിൽ സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. എന്തല്ലെന്നാ പറയുന്നത്? ഭക്ഷണവും പാനീയമല്ല. ചിന്തിച്ചു നോക്കി. നമ്മുടെ ജീവിതത്തിൽ ഈ 2 വസ്തുക്കൾ ഇല്ലായിരുന്നു നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വരത്തില്ല. ഈ ഭക്ഷണവും പാനീയവും നമുക്ക് ആവശ്യമില്ല. നമ്മൾ റോബോട്ട് പോലെ അവിടെ നിൽക്കുക, യാതൊരു പ്രശ്നവുമില്ല. സ്വിച്ച് അമർത്തുമ്പോൾ എല്ലാം നടന്ന് കാര്യം ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. അല്ലേ? നമുക്ക് ഇത് വേണം, ഭക്ഷണവും പാനീയവും. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ കർത്താവ് പറയാണ്, എന്താ പറയുന്നത്? ദൈവരാജ്യം എന്തല്ലെന്നാ പറയുന്നത്? ഭക്ഷണവുമല്ല പാനീയവുമല്ല. സാധാരണ മനുഷ്യനെ സന്തോഷിപ്പിക്കുവാൻ ഇത് 2 മതി. ഏതാ? ഭക്ഷണവും പാനീയവും. ഇത് 2മല്ല. പിന്നെ എന്താ നോക്കി? അടുത്തെന്താ നോക്കി? നീതിയിൽ സമാധാനം. നീതിയിൽ സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം. അപ്പൊ നോക്കി, ആ ദൈവരാജ്യമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർക്ക് വേണ്ടി. നോക്കി, ആത്മാവിൽ ദാരിദ്ര്യമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രാജ്യം ഭക്ഷണവുമല്ല പാനീയവുമല്ല. പിന്നെ എന്താണ്? നീതിയിൽ സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ദൈവരാജ്യത്തിന്റെ പ്രധാന ഘടകം അതാണ്. ഏതാ? നീതിയിലുള്ള സന്തോഷം, സമാധാനം. ഇതാണ് ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇത് എവിടെയാ കാണുന്നതെന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഇങ്ങനെയുള്ള രാജ്യം എവിടെയാണെന്ന് നോക്കി. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പലർക്കും ഉള്ളു. നമുക്കുള്ള പോലെ സംശയം അവർക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്. ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. പിന്നെ നോക്കിയേ, ദൈവരാജ്യം എവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? നിങ്ങളുടെ ഇടയിൽ
തന്നെ ഉണ്ടല്ലോ. ഇതാര് പറഞ്ഞു? യേശു ആരോട് പറഞ്ഞു? പരീശന്മാരോട്. ദൈവരാജ്യം എവിടെ ഉണ്ടെന്നാ പറഞ്ഞ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യമുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിലുള്ള ദൈവരാജ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് അത് നിങ്ങൾക്ക് അവകാശമാക്കണമെന്നാണ് കർത്താവ് ആരോട് പറയുന്നത്? പരീശന്മാരോട് പറയുന്നത്. അതാണ് യേശുക്രിസ്തുവിന്റെ ആ രാജ്യം. ഇനി നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഈ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? നീതി, സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അതിന്റെ പ്രത്യേകതകളാണ്. ഈ രാജ്യത്തിന്റെ ഉടമസ്ഥൻ ആരാ? ഭരണാധികാരി ആരാ? ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ ആ പ്രജകൾ എങ്ങനെയായിരിക്കണമെന്നുള്ള നിയമം സൃഷ്ടിക്കുന്ന ആരാ? ദൈവമാണ്. ഇപ്പൊ ഡെമോക്രസി ആണെങ്കിൽ നമ്മള് ഒരു 100 പേര് കൂടി നിൽക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 51 പേരുണ്ടെങ്കിൽ നമുക്ക് നമ്മള് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പറയുന്നതായിരിക്കും നിയമം, അല്ലേ? 100 പേരുണ്ട്, അതിൽ 51 പേര് പറയുന്നത് എന്നാൽ മജോറിറ്റിയായി, ഹാഫിൽ കൂടുതലായി, 50% കൂടുതലായി കഴിയും. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം എന്തായിരിക്കും? അത് നിയമമാകും. ബാക്കി 49 പേരും അവർക്ക് താല്പര്യമില്ല. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ദൈവരാജ്യത്തിൽ ആരാണ് അതിന്റെ പരമാധികാരി? ദൈവമാണ് അതിന്റെ പരമാധികാരി. ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ് ആ രാജ്യത്തിൽ നടക്കുന്നത്. അപ്പൊ അവിടെയുള്ള പ്രജകൾ എങ്ങനെ നടക്കണമെന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? ദൈവമാണ് തീരുമാനിക്കുന്നത്. നമുക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇല്ല. പിന്നെ നമുക്കുള്ള എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ടൊരു പ്രവേശനം നൽകി തരും. എങ്ങോട്ടൊരു പ്രവേശനമാണ്? ആ ദൈവരാജ്യത്തിലേക്ക് ഒരു പ്രവേശനം നമുക്ക് നൽകി തരികയാണ്. എങ്ങനെയാണ് നൽകി തരുന്നത്? അതിന്റെ കണ്ടീഷൻ നമുക്ക് പ്രകാരം ചിന്തിക്കാം. അപ്പോൾ ദൈവരാജ്യത്തിന്റെ പരമാധികാരി ആരാണ്? ദൈവമാണ്. നാം ഇന്ന് കാണുന്ന പോലെ ഡെമോക്രറ്റിക് സംവിധാനമല്ല, പിന്നെയോ അത് ദൈവത്തിന്റെ പൂർണ്ണ പരമാധികാരത്തിലുള്ള കാര്യം. നമുക്കറിയാം, നമ്മളിവിടെ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് എന്നുള്ള പ്രധാന കാര്യമാണ്, അല്ലെ? സീറ്റ് ബെൽറ്റ് ഇടാതെ ഇവിടെ ആരും ഓടിക്കാൻ പറ്റുമോ? സീറ്റ് ബെൽറ്റ് ഇടാതെ ആരും ഓടിക്കും, കണ്ണുവെട്ടിച്ചേക്ക് ഓടിക്കും. സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്തിരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ഇടും. പക്ഷെ ഞാൻ ബേറിൽ വർക്ക് ചെയ്ത ബേറിലാണെങ്കിൽ അതിനടുത്തിരിക്കുന്നവർ ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിൽ ഓടിക്കുന്ന ആള് ഇട്ടേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ആ നിയമം വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ പുതിയ കാറുകൾക്കെല്ലാം ഞാനൊരു ദിവസം ഞാനൊരു കാറ് വാങ്ങിച്ചു കുറച്ചാൾ മുമ്പ്. അപ്പൊ വീട്ടിൽ ഞാൻ സംസാരിച്ചു, നാട്ടിൽ വലിയ ബെൽറ്റ് ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ യുക്തിയോട് ഉപയോഗിച്ചോടെ ഇവിടെ പഴഞ്ച അംബാസഡർക്കാരന്റെ സീറ്റ് ബെൽറ്റ് ഇല്ല, പിന്നെ എന്നെ അവരെ പിടിക്കുന്നില്ല, പിന്നെ എന്നെ എന്തിനാ പിടിക്കുന്നത്? അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ആ സീറ്റ് ബെൽറ്റിന്റെ കാര്യത്തിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അപ്പൊ വീട്ടിൽ ഇരുന്ന് പെട്ടെന്ന് ഒരാൾ റെയിൽവേ സ്റ്റേഷനോട് വരുന്നത്, ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ടൊരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. എന്താണ് മനസ്സിലായി? എനിക്ക് ഇങ്ങനെ കൈയാടി ഞാൻ മാന്യമായിട്ട് വണ്ടി ഓടിച്ചു വരുന്നില്ല, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നോക്കുന്നില്ലേ, ടങ്കേടല്ല, കുടിച്ചിട്ടില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കൈ അടിഞ്ഞ് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് നിർത്തി. ഒരു സ്ത്രീയായിരുന്നു പോലീസ്, വനിതാ പോലീസായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ വേറെ 2 പോലീസും ഉണ്ടായിരുന്നു. അപ്പൊ മറ്റേ 2 പോലീസുകാരും 1 പോലീസുകാരും അനങ്ങുന്നില്ല. അപ്പൊ വനിതാ പോലീസും അടുത്ത വണ്ടി കൈ അടിക്കാം. അപ്പൊ ഞാനിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പോലീസ് എന്നാ കൈ അത് സീറ്റ് ബെൽറ്റ്. ഞാനവിടെ നിന്റെ യുക്തിക്കുത്തോന്ന് കുറേയേറെ തർക്കിച്ചു. ദൈവാദിനത്തിന് പെറ്റിയൊന്നും അടിക്കാതെ വിട്ടു അവിടെ നിന്ന്. ഞാൻ പറഞ്ഞു, ഇത്രയും വണ്ടികൾക്ക് പെറ്റില്ല ഓടുന്നില്ല, എന്റെ വണ്ടിക്ക് മാത്രം എന്താ കുഴപ്പം? ആ വണ്ടിക്ക് പെറ്റുണ്ടോ, ഈ വണ്ടിക്ക് പെറ്റുണ്ടോ? ഞാൻ അവിടെ ഒരു പോണെ തർക്കിയെന്ന് പറയും. വിട്ടില്ല. ലാസ്റ്റിൽ അവര് പറഞ്ഞു, അയാൾ പറഞ്ഞ പെറ്റി എഴുതി കൊടുക്കാറായി. ഒരു പോലീസുകാരൻ പറഞ്ഞു, വിട്ടേരെ സാറേ പോട്ടെ, ഇത് ശരിയാവില്ല, വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ മറ്റേ സ്ത്രീ പറയാ, ഞാൻ കൈ കാണിച്ചു വരുന്നത് എവിടെ നമുക്ക് മടങ്ങിപ്പോ തീർന്ന് പോകാൻ നമുക്ക് വേണ്ട, ഞാൻ ചെക്ക് ചെയ്യേണ്ടത്. നോക്കിക്കോണം, ഈ ലോകത്തിന്റെ ഒരു നിയമമാണ്. എന്താണ്? സീറ്റ് ബെൽറ്റ് ഇടണമെന്നുള്ളത്, അല്ലേ? നമുക്ക് അവരെ കണ്ണു വെട്ടിച്ചും പോകാം. ഇനിയിപ്പോ നമുക്ക് നോക്കി, ഇവിടെ നമ്മള് സീറ്റ് ബെൽറ്റ് ഇല്ലതിന് നമ്മള് പിടിച്ചു തന്നെയാണ്. പോയിന്റൊക്കെ ഇട്ട് അടുത്ത ഒരു 5-6 പോയിന്റ് കഴിയുമ്പോ പിന്നെ ലൈസൻസ് ക്യാൻസൽ. പിന്നെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇതെന്ത് വേണം?
മുറിക്കകത്ത് ഓടിക്കണം, പുറത്തോട്ട് റോഡിലിറക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാക്കി നമ്മുടെ സ്ഥിതി. എന്നാൽ ചിന്തിച്ചു നോക്കി നമുക്ക് അവരെ കണ്ണു വെട്ടിച്ച് ഓടിക്കാം, അല്ലേ? ഇപ്പൊ ആൾ സഞ്ചാരമുള്ള സ്ഥലത്ത് നമുക്ക് ഓടിക്കാൻ സാധിക്കും, അല്ലേ? അങ്ങനെയല്ലേ? ഇവർക്ക് ഒരു സാറ്റലൈറ്റ് കൊണ്ടുവന്ന് കൂട്ടിക്കോളൂ. സാറ്റലൈറ്റിലെ കൂടെ ഓസ്ട്രേലിയയിലുള്ള എല്ലാ വാഹനങ്ങളും അതിനകത്ത് ലിങ്ക് ആക്കി അത് കണക്ട് ചെയ്യും. ആരെടുത്താലും എപ്പോ എടുത്താലും ആ വണ്ടിയിലുള്ള ആളുകൾ മുഴുവൻ അതിന്റെ ഫോട്ടോ അങ്ങോട്ട് അടിക്കുകയാണെങ്കിലോ നമ്മൾ എടുക്കുമോ? സീറ്റ് ബെൽറ്റ് ഇടാതെ എടുക്കുമോ? നമ്മൾ ആ ഗ്യാരേജിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് കയറി തിരിച്ചും മറിച്ചും നോക്കി സീറ്റ് ബെൽറ്റിനകത്തിട്ട് കൊച്ചു പിള്ളേരെ സീറ്റ് ബെൽറ്റ് മുറുക്കി എന്തൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്, അല്ലേ? കൊച്ചുവൻ 2 സീറ്റ് വാങ്ങിച്ചു, കൊച്ചിത്രേ ഉള്ളൂ. ഇതിന് പിന്നെ ഒരു പെട്ടി വാങ്ങി വെച്ച് കയറാതിട്ട് മുറുക്കിക്കിടാൻ. ഇതിന്റെ കാര്യം എന്താ? ഗവൺമെന്റിന്റെ നിയമം. ആ നിയമത്തെ നമുക്ക് ലംഘിക്കാൻ പാടില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കണ്ണു വെട്ടിച്ച് നമ്മള് അടുത്തൊക്കെ ഫ്രണ്ട് പോകുന്നത് നമ്മൾ ആ ഫോട്ടോ വേണ്ടെന്ന് പറയാം, എല്ലാവരുടെ കൈ വെച്ചുകൊണ്ട് ഞാൻ പോകും, അല്ലേ? പോകുന്നില്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ? കണ്ണു വെട്ടിക്കും, അല്ലേ? ആരും ചെയ്യത്തില്ലെന്ന്, ഞാൻ മാത്രം ചെയ്യത്തുള്ളൂ. നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കണ്ണു വെട്ടിക്കും, ഗവൺമെന്റ് കണ്ണു വെട്ടിക്കും. എന്നാൽ ഒരു സാറ്റലൈറ്റ് അവിടെ ഉണ്ടെന്ന് വരില്ലോ, നമ്മൾ കണ്ണു വെട്ടിക്കും? ഒരിക്കലും ചെയ്യത്തില്ല. എത്ര സമയം പോയാലും എന്തൊക്കെ നമുക്ക് അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളത് ചെയ്യത്തില്ല. 139 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കി. അതിന്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ച്. 139 1 മുതൽ 4 വരെയുള്ള ഭാഗം. ദൈവമേ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. പിന്നെ എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. പിന്നെ യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. ഇപ്പൊ നോക്കി, ഒരു ഭയങ്കര സാറ്റലൈറ്റ് അടക്കം ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും പോകുന്നതും കിടക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും അതൊക്കെ പുറമേയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് പുറമേയുള്ള വേറൊരാൾ ഒളിഞ്ഞു നോക്കും. ചില ഒളിക്യാമറകൾ വെച്ച് പിടിക്കുന്ന മാതിരി ഒളിക്യാമറയുടെ സമയം, ഒളിക്യാമറ വെച്ച് പിടിക്കുന്ന സമയം. അങ്ങനെ അല്ലാത്തതുകൊണ്ട് എന്തുവാ? നിന്റെ നിരൂപണം. ഒരു ഒളിക്യാമറയിലും വരത്തില്ല. ഏത് ക്യാമറയിലേ വരത്തുള്ളൂ? ദൈവത്തിന്റെ ക്യാമറയിൽ മാത്രമേ ഏത് വരത്തുള്ളൂ? നമ്മുടെ നിരൂപണങ്ങൾ വരത്തുള്ളൂ. അതുപോലും പിടിക്കുന്ന ഒരു ക്യാമറയുടെ മുമ്പിൽ ആരിയ്ക്കുന്നത്? നമ്മൾ വന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ദൈവരാജ്യത്തിന്റെ ക്യാമറയുടെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോ വരാൻ പറ്റത്തില്ല. ഇത് ഞാനത് ചെയ്യുന്നില്ല, അല്ലെ ദൈവത്തെ കളിപ്പിച്ച് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ ചിന്തിക്കും ഞാൻ വലിയ മിടുക്കനാണ്, ഞാൻ വലിയ മഹാനാണ്, ശക്തനാണ്, എനിക്ക് വലിയ കഴിവുണ്ട്, ഞാൻ അത് ചെയ്തുകളെ ഇത് ചെയ്തുകളെ എന്നൊക്കെ പറയും. എന്നാൽ ഇതൊന്നും നടക്കത്തില്ല. ഇതൊക്കെ വരും നമ്മുടെ മിഥ്യാബോധങ്ങളാണ്. നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ സംസാരിച്ചു പോകുന്നതാണ്. എന്താണ് പറഞ്ഞത്? 139 വായിച്ചേ ഇവിടെ. നീ എന്നെ ശോധന ചെയ്യുക. ശോധന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാ ശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോധന എന്ന് പറഞ്ഞ എക്സാമിൻ. എന്തോ എക്സാമിൻ എന്ന് പറഞ്ഞാൽ എന്തോ? സ്ക്രൂട്ടനൈസ്. സ്ക്രൂട്ടനൈസ്. അവിടെ വളരെ വിശദമായിട്ട് പരിശോധിക്കുക. നീ എന്നെ ശോധന ചെയ്ത്. അടുത്ത് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. പിന്നെ എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. പിന്നെ എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. അടുത്ത് എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ നിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? നാം അവന്റെ രാജ്യത്തിന്റെ പ്രജകളായി ഇരിക്കുമ്പോൾ പറയുകയാണ്, എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് ദൈവമേ നിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റും, ദൈവത്തിന്റെ കണ്ണു വെട്ടിക്കാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കും ഞാനത് ആരും അറിയാതൊക്കെ ചെയ്തു, ഞാൻ മിടുക്കനാണ്, എന്റെ മഹാത്മ്യം കൊണ്ട് ഞാൻ നെബൂഖദ്നേസർ ചെയ്ത പോലെ നമ്മൾ പറയും എന്റെ മഹാത്മ്യം കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു. ഒന്നുമില്ല. പിന്നെന്താ? ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തന്നിരിക്കുക, നമുക്ക് തന്നിരിക്കുക. ഇതെല്ലാം നമ്മൾ നോക്കിയിരിക്കുക. ക്യാമറയുടെ മുമ്പിൽ നാം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ നമുക്ക് ആ രാജ്യത്തിന്റെ നിയമം എന്ത് ചെയ്യണം? അനുസരിച്ചേ
അനുസരിച്ചേ ആരും പറയുന്നില്ലല്ലോ. അനുസരിച്ചേ നമുക്ക് ആ രാജ്യത്തിൽ താമസിക്കണോ എന്ത് വേണം? അവിടുത്തെ നിയമം വേണം. ഓട്ടോമാറ്റിക് അല്ല. ആ രാജ്യത്തിൽ കയറണമെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ കൊച്ചുപറഞ്ഞ കുഞ്ഞുണ്ടായി. ഇപ്പൊ എന്നോട് പറഞ്ഞപ്പോ ഓസ്ട്രേലിയയിലെ സിറ്റിസൺഷിപ്പ് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചുമോക്കും ഓസ്ട്രേലിയ സിറ്റിസൺഷിപ്പായി. ഞാനിപ്പോഴും ഇന്ത്യ കിടക്കുന്നതുണ്ട്. നമ്മുടെ കൊച്ചുമോക്ക് ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് വന്നു കഴിഞ്ഞു. ഓസ്ട്രേലിയ ഇവിടുത്തെ ആരാ പ്രജയായി കഴിഞ്ഞു. കാര്യം എന്താ? ഇവിടെ ജനിച്ചുകൊണ്ട് ഒരു നിയമം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ആ നിയമമാണ്. കഴിഞ്ഞ ദിവസം ഒരു വളരെ രസകരമായ ഒരു സംഭവം. ഞങ്ങളുടെ വീട്ടിലൊരു സഹോദരി വന്നു. ആ സഹോദരി വന്ന സമയം മുതൽ പോകുന്നവരെ വായി നാക്കെടുത്തിട്ടില്ല. അതുപോലെ സംസാരം ലഗാത്താറ്റോക്കിങ് വന്ന് ഞാൻ അദ്ദേഹം കുറ്റപ്പുരം പറയാം. നല്ല കാര്യം. വളരെ കേൾക്കാൻ നല്ല ഇമ്പകരമായ സ്വരം. എല്ലാം മനുഷ്യനെ മുഷിപ്പിക്കാത്ത സംസാരം. എന്നെ കൊണ്ടൊന്നും അല്ലേ, കർക്കശമായിട്ട് സംസാരമൊന്നുമില്ല. വളരെ മൃദുവായിട്ട് എണ്ണ പറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉറക്കം വരുന്ന ആൾ പോലും സുഖമായിട്ട് ഇത് കേട്ടോ കണ്ടു വന്നോട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു. അവർ ലണ്ടനിൽ നിന്ന് വന്ന ആ സഹോദരിയും കുടുംബവും ലണ്ടനിലായിരുന്നു. ആ സഹോദരി പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കാൻ പോവാം. ഭർത്താവ് പറഞ്ഞു, നോ എനിക്ക് ഇന്ത്യയിലെ പാസ്പോർട്ട് വേണം. കാര്യം ഇന്ത്യയിൽ പോകണം, വേണം, എപ്പോഴുള്ള സാധനങ്ങളൊക്കെ എല്ലാം ശരിയാണ്. പുള്ളിക്കാരി പറഞ്ഞു, നിങ്ങൾ വേണേ അവിടെ ഇത് എടുത്തോ, ഇന്ത്യയുടെ പാസ്പോർട്ട് എടുത്തോണ്ട് ഞാൻ പോയി എടുക്കാൻ പോവാം. പുള്ളിക്കാരി പോയിട്ട് എന്ത് ചെയ്തു? 2 പിള്ളേരാണ്. അവരെ പോയി പാസ്പോർട്ടൊക്കെ എടുത്തു. പാസ്പോർട്ട് എടുത്തു. അപ്പോഴേത് കിട്ടിയാൽ അത് കൂട്ടിക്കോ. പാസ്പോർട്ട് സമയമൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞ് അവരൊരു ഹോളിഡേ ട്രിപ്പിന് പോയി. എല്ലാവരും ഫാമിലിയായിട്ട് പോയി ചെന്നപ്പോൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞോണ്ടേ ഈ ബ്രിട്ടീഷ് പാസ്പോർട്ടിൽ നിറം ഒരു ചോപ്പാവും, ബ്രൗണിഷ് കളറാ, ബ്രൗൺ റെഡ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ 2 പേര്, ഈ 3 പേരുണ്ട്, 4 പേരാ, 2 പെൺകുട്ടികളും ഒരു ഭാര്യയും ഭർത്താവും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പാസ്പോർട്ട് ദൂരത്ത് കാണാതെ കളറ്, നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കളർ എന്തുവാ? ആ സഹോദരി പറഞ്ഞ ഈ അവിഞ്ഞ പാസ്പോർട്ട്, അത് പറയാ, ഈ അവിഞ്ഞ പാസ്പോർട്ട് കണ്ടു കഴിയുമ്പോ പുള്ളി അങ്ങോട്ട് മാറ്റുന്നത്, ഇന്ത്യൻ പാസ്പോർട്ടുകാരനെ ഭർത്താവിനെ അങ്ങോട്ട് മാറ്റുന്നത്. ഇവർക്ക് നോക്കുമ്പോ നല്ല ചുമന്ന പാസ്പോർട്ട്, അവരെ അങ്ങോട്ട് സുഖമായിട്ട് അവരെ പെട്ടിയൊക്കെ പൊക്കിയെടുത്ത്, ബ്രിട്ടീഷ് സിറ്റിസൺസ് ആണ്, അവരെ പെട്ടിയൊക്കെ അവർ തന്നെ പൊക്കിയെടുത്ത് നമ്മൾ പാർട്ടി കൊണ്ട് കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. ഇദ്ദേഹത്തെ ഞാൻ കൈ ഞാൻ പൊക്കി പിടിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് അപ്പൊ ഇങ്ങനെ കൊണ്ടാണ്, മനസ്സിലായ? ഇന്ത്യൻ പാസ്പോർട്ടുകാരൻ ഒരു വിലയില്ല. നമുക്കറിയാവുന്ന കാര്യമില്ല. ഇന്ത്യക്കാരും നമ്മൾ ബംഗ്ലാദേശിലൊക്കെ എന്താ വില നമ്മൾ കൊടുക്കും? എന്തെങ്കിലും കൊടുക്കും. പാകിസ്ഥാനിലൊന്നും പറഞ്ഞാൽ അത്രയും വില കൊടുക്കുന്നില്ല. ഇത് പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പ് ഒരു വിലയില്ലാത്ത ഒരു രാജ്യമുണ്ട്, ആരാ? ഇന്ത്യ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. ഒരു അവിഞ്ഞ പാസ്പോർട്ടാണ് കൊണ്ട് നടക്കുന്നത്. അത് പോകുന്ന എയർപോർട്ടിലൊക്കെ അവരവിടെ നിർത്തി ക്വസ്റ്റ്യൻ ചെയ്ത് ഇതുമാത്രം സമയങ്ങളിൽ ഇവരെ ആണെങ്കിൽ വളരെ നല്ല ട്രീറ്റ്മെന്റ്, രാജകീയമായ ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്. ബ്രിട്ടീഷ് പാസ്പോർട്ട് എന്ന് പറഞ്ഞ കുഞ്ഞുകളിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ രാജ്യത്തിനും ഓരോ വിലയുണ്ട്. ആ വില, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എടുത്തോണ്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മള് ആരും എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ളവരെല്ലാം പാസ്പോർട്ടോ, ബ്രിട്ടീഷ് പാസ്പോർട്ടോ, ഓസ്ട്രേലിയൻ പാസ്പോർട്ടോ, അമേരിക്കൻ പാസ്പോർട്ട് കിട്ടാമെങ്കിൽ അവർക്ക് കിട്ടിയ പറയാൻ വേണ്ട. എപ്പോഴും പിന്നെ അതായിരിക്കും ഗ്രീൻ കാർഡോ പാസ്പോർട്ടോ എങ്ങനെ വേണേ പോകാനും. എന്നാ അതിനൊരു വിലയോ എവിടെ വേണേ പോകാം കേട്ടോ. എന്നാൽ ഇവിടെ നമ്മൾ പറയാൻ ദൈവരാജ്യത്തുള്ളവർക്ക് എവിടെ വേണേ പോകാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ കുഴപ്പം. അവർക്കുള്ള വില എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ രാജ്യത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എൻട്രി ഇല്ല. പിന്നെ എങ്ങനെയാ ഉള്ളത്? ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി ഇല്ലാത്ത ഒരു രാജ്യമുണ്ട്. ഏത് എൻട്രിയാണെന്നറിയാം? ഏത് രാജ്യം എന്നറിയാമോ? ഏത് രാജ്യമോ? ദൈവരാജ്യം. അവിടെ ഓട്ടോമാറ്റിക് എൻട്രി ഇല്ല. പിന്നെ എന്താ വേണം? അവിടെ ചില കടമ്പകൾ കടക്കണം. ലോകപ്രകാരം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേണേ പാസ്പോർട്ട് ഉണ്ടാക്കാം. ആളില്ലെങ്കിൽ തന്നെ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കി എത്രയോ ആളുകളാ പോകുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് പാകിസ്ഥാനിലെ, ദാവൂദ് ഇബ്രാഹിമിന്റെ കമ്പനി. പുള്ളി എവിടാന്ന് പോലും ആർക്കും അറിയത്തില്ല. പുള്ളിയുടെ പേര് എന്തെല്ലാമാണ് നടത്തുന്നത്. മനസ്സിലായോ? ആളുകൾക്ക് ആവശ്യമില്ല, പണം മാത്രം മതി. ഇന്ന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണം? പണം മാത്രം മതി, വേറെ ഒന്നും വേണം. പണമാണ്. ഒരിക്കൽ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും
സേവിപ്പാൻ കഴിയത്തില്ല. രണ്ടിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ സേവിക്കാൻ പറ്റുള്ളൂ. നീ ആരെ വേണം? ദൈവത്തെ വേണോ അതോ മാമനെ വേണം? മാമനെ വേണമെങ്കിൽ അവൻ ഇതെല്ലാം ചെയ്ത് പാസ്പോർട്ട് വേണം, എന്ത് വേണം, നിനക്ക് സുഖമായിട്ട് പോകാൻ യാതൊരു കുഴപ്പമില്ല. നമുക്കറിയാം ഈയിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവല്ലോ, അമേരിക്കയിലെ പ്രശ്നം ഉണ്ടായപ്പോഴത്തെ അമേരിക്ക എംബസിയുടെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും അവരങ്ങ് വിഡ്രോ ചെയ്തപ്പോഴത്തേക്ക് അമേരിക്കക്കാരെല്ലാം ഇഞ്ച് ചെയ്ത് പറയുമായിരിക്കും. ഇത്രയും നാളെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും ഇവിടുന്ന് മാറ്റുന്നത്. ബാക്കിയുള്ള രാജ്യക്കാർക്ക് ഒന്നും കിട്ടാത്ത സൗകര്യം ആർക്ക് കൊടുത്തു? അമേരിക്കക്കാർക്ക് കൊടുത്തു. കാര്യം അവർ ഭയങ്കരന്മാരാണ്. അവർ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പവറുള്ള ആളുകളാണ്. അവരുടെ പാസ്പോർട്ട് വളരെ ശക്തിയുണ്ട്. എന്നാൽ ഇവിടുത്തെ ഈ പാസ്പോർട്ട് ലഭിക്കണമെങ്കിൽ അല്പ പ്രയാസമാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങോട്ട് ചാടി കയറി ഈ രാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ജനിച്ചതുകൊണ്ട് അവിടെ ഈ പൗരത്വം നമുക്ക് ലഭിക്കുവാൻ സാധിക്കില്ല. അവിടെ എന്താ നോക്കാം, അവിടെ എന്താ വേണം നോക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാം സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ നോക്കിയ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക. അപ്പൊ അവിടെ നോക്കി പ്രവേശിക്കണമെങ്കിൽ എന്താ വേണം? മാനസാന്തരപ്പെടണം. യേശുക്രിസ്തു മാത്രമല്ല, അതിന് മുമ്പ് ഒരാൾ പ്രസംഗിച്ചു. അതാരാ പ്രസംഗിച്ചത്? യോഹന്നാൻ സ്നാപകൻ. അതിനൊന്ന് വായിക്കുക, 3:2 വായിച്ചേ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവേൻ എന്ന് പ്രസംഗിച്ചു. ആരാ പ്രസംഗിച്ചത്? യോഹന്നാൻ. ദൈവം അയക്കപ്പെട്ട ഒരുവൻ വന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗിച്ചത്? മാനസാന്തരം. ദൈവം അയച്ചിട്ടുള്ള ആര് വന്നാലും എന്താ പ്രസംഗിക്കും? മാനസാന്തരം പ്രസംഗിക്കും. ഇല്ലാതൊരു പ്രസംഗം അവിടെ ഇല്ല. കാര്യം മാനസാന്തരപ്പെടാതെ ഒരുത്തരെ ഇങ്ങോട്ട് കേൾക്കത്തില്ല. അതിന്റെ പ്രാരംഭ പടിയ ഈ രാജ്യത്തിലോടൊന്ന് കയറണമെങ്കിൽ എന്താ വേണം? മാനസാന്തരപ്പെടണം. ഇനി അതിന്റെ 8-ാം വാക്യം നോക്കി, 3:8 നോക്കി. മാനസാന്തരപ്പെട്ട് അങ്ങനെ കയറിയ മാത്രമേ നോക്കി. മാനസാന്തരത്തിന് യോഗ്യമായ ഫലവും കായ്ക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഒരു ഗുണമുണ്ട്. എന്താണ്? അവിടെ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ വേണം? അതിന്റെ ഫലം കായ്ക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കും. ഞാൻ 7-ാം വാക്യം വായിച്ചു നോക്കി. അതാ ഏറ്റവും വലിയ ഭയങ്കരം. ഇങ്ങനെ മാനസാന്തരപ്പെടാൻ വന്ന കുറെ ആളുകളെ പറ്റി അപ്പൊ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് നോക്കി. തന്റെ സ്നാനത്തിനായി പരീശന്മാരിലും സദൂക്യരിലും പല വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, ഓ എന്തൊരു ഭയങ്കരമാണ് സർപ്പസന്ധത. നമ്മൾ ചിന്തിച്ചു നോക്കി, ഇന്ന് ഇവിടെ ഒരാൾ വന്നിരിക്കുമെന്ന് കൂട്ടിക്കും. നമ്മുടെ സ്നാനപ്പെടാത്ത ഒരു വ്യക്തി ഇവിടെ ഇരിക്കുക. പുള്ളി സ്നാനപ്പെടാനൊക്കെ നമ്മള് വലിയ കാര്യമായിട്ട് പ്രകാശ് ബ്രദറോ അല്ലെങ്കിൽ കൊച്ചുമോനോ അല്ലെങ്കിൽ സാം ബ്രദറോ അല്ലെങ്കിൽ സുബ്രദറോ ഇവരൊക്കെ പോയി സുവിശേഷമൊക്കെ പറഞ്ഞ് പോയി പറഞ്ഞ് സുവിശേഷമൊക്കെ പറഞ്ഞ് അവിടെ പോയി ട്രാക്ടറൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നു. വലിയ കാര്യമായിട്ട് ഞായറാഴ്ച കൊണ്ടുവന്ന് പ്രസംഗം കേൾപ്പിക്കും കൊണ്ടുവന്നപ്പം വന്നിരുന്ന പുള്ളി എഴുന്നേറ്റ് സർപ്പസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയും? അതോട് പുള്ളി എഴുന്നേറ്റ് അന്നേരം വേണ്ട, ഈ പരിപാടി വേണ്ടെന്ന് പറയും. പറയുന്നില്ലേ? ഈ പരിപാടി വേണ്ട. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ? സർപ്പ സന്തതികളെ. അവിടെ ഇംഗ്ലീഷിൽ ഇരിക്കുന്നത് വൈപ്പേഴ്സ്, ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. ഇത് വൈപ്പർ ഇത് അണലിയാ. വൈപ്പർ എന്ന് പറഞ്ഞാൽ അണലി. അണലി കടിച്ചാൽ പിന്നെ എന്താന്ന് പറയും? പിന്നെ നോക്കണ്ട, അണലി കടിച്ചാൽ പിന്നെ അത്രമാത്രം വിഷമുള്ള ആളാ വന്നിരിക്കുന്നത്. എന്നിട്ട് ആള് പറയാ, നിന്നോട് മാനസാന്തരപ്പെടാൻ ആര് പറഞ്ഞത്? ആര് ചോദിച്ചത്? യോഹന്നാൻ ചോദിച്ചത്. മനസ്സിലായോ? അപ്പോൾ അത്രമാത്രം ആ വ്യതിയാനം വന്നെങ്കിൽ മാത്രമേ എങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ? സ്വർഗരാജ്യത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഈ ചുമ്മാ കയറി ഇത് സഭ മാറുന്ന പരിപാടിയല്ലേ മാനസാന്തരം എന്ന് പറഞ്ഞാൽ. ചിലർ ധാരണയുണ്ട്. ഞാനിപ്പോ മർത്തോമായി നിൽക്കാം. നിങ്ങളെ മർത്തോമായല്ല കേട്ടോ. മർത്തോമായി ഒരുപാട് തവണ കേട്ടതായി, സ്നാനം നല്ലതാ, സ്നാനം നല്ല. എന്നാ പോയി സ്നാനപ്പെട്ടേക്കാം. ഏതായാലും സ്നാനപ്പെടണമല്ലോ. ഒരിക്കൽ പോട്ട് സ്നാനപ്പെട്ടു. ഞാൻ ആരായി? പെന്തക്കോസിൽ ചേർന്നു. മനസ്സിലായോ?
ഞാൻ സഭ മാറി, ഞാൻ പെന്തക്കോസ്തിൽ ചേർന്നു. അപ്പൊ സഭ മാറിയപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നേരത്തെ മീശയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞു. എല്ലാവരും കാണും പെന്തക്കോസ്തിലൊക്കെ പിന്നെ മീശയൊക്കെ വെച്ചിട്ട് ശരിയാണോ? അല്ല. അപ്പൊ ഒരു അഭംഗി ഇപ്പം എല്ലാവർക്കും ഇല്ല, പാസ്റ്റർക്കില്ല. ഇപ്പം പാസ്റ്റർമാരും ഉണ്ട്. ഇപ്പം പാസ്റ്റർമാർ മീശയുള്ള പാസ്റ്റർമാരും ഉണ്ട്. കുറച്ച് പാസ്റ്റർമാരില്ലെന്ന് പറയുന്നില്ല. ഞാൻ സ്നാനപ്പെട്ട സമയത്തില്ലായിരുന്നു ഉള്ളതാണ്. അപ്പം ഞാൻ അവർക്ക് എടുത്തു. നമുക്ക് ആഴ്ചയിലൊക്കെ നമ്മൾ കുഴപ്പമില്ല. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ ഉടുപ്പൊക്കെ മാറ്റി വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോയി. അതല്ല മാനസാന്തരം എന്ന് പറഞ്ഞാൽ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആ മനസ്സിനൊരു ദുഃഖം. എന്താണ് ഈ മാനസാന്തരം? അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം ഒന്ന് നോക്കി. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 26-ന്റെ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന പ്രവൃത്തിയാ ഏതാ? മാനസാന്തരം. മനസ്സിലായോ? അല്ല സഭ മാറുന്നതല്ല, നമ്മള് ക്ലീൻ ഷീവായിട്ട് പോകുന്നതല്ല, പിന്നെ ആഭരണമൊന്നും ധരിക്കാതിരിക്കുന്നതല്ല. മനസ്സിലായോ? ആഭരണം പറയാൻ നിങ്ങൾ വിഷമിക്കണം കേട്ടോ. ആഭരണം ധരിക്കാതിരിക്കുന്നതല്ല. മനസ്സിലായോ? നമ്മള് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. ഏത് യോഗ്യമായ പ്രവൃത്തികൾ? മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യണം. ആരിലേക്ക് തിരിഞ്ഞ് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരാകുന്നത്? മാനസാന്തരപ്പെടുന്നത്. ആ മാനസാന്തരമുള്ള വ്യക്തിയാണ് എങ്ങോട്ട് കയറാനുള്ള പെർമിഷൻ ഉള്ളത്? ഈ സ്വർഗരാജ്യത്തിലോട്ടൊന്ന് കയറുവാനുള്ള യോഗ്യത പ്രാപിക്കുന്നത്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അപ്പം യോഗ്യമായ ഫലമില്ലാത്ത വ്യക്തികൾ എവിടെയാ? ഈ രാജ്യത്തെ വന്നാലൊന്നും നടക്കത്തില്ല. അവിടെ പോയി മൂലക്കേറി ഇടുന്നത് പറിച്ചു കഴിയുന്ന ഈ തിരിയുടെ തേങ്ങ ഇടുന്നമാതിരി നല്ല നല്ല തേങ്ങ പറിക്കൊണ്ടൊന്നും ഈ തിരിയുടെ തേങ്ങ അവിടെ കിടക്കും. പിന്നെ ആർക്കും വേണം. നമ്മൾ തേങ്ങ പറിക്കിട്ട് വിൽക്കുന്ന സമയത്ത് ആരും തേങ്ങ വാങ്ങിക്കാൻ വരുന്നവർ ആദ്യം കൊടുക്കുന്നത് ആദ്യം അവര് നല്ല നല്ല തേങ്ങകളെല്ലാം തിരികെ എടുക്കും. കുറച്ച് കഴിയുന്നതിന് ബിരുദ കാണും, ഈ തിരികടെ കാണും. അത് ആർക്കും വേണ്ട. പിന്നെ നമ്മളെന്താ കൊടുക്കും? അവനെ എന്നാണ് വാരിക്കൂട്ടി ഒരു മൂലോട്ട് വാരിയിടും. കന്നിമാസം കഴിയുന്നതിനാണ് പൊട്ടിച്ചിട്ട് പുറത്തൊക്കെ പുഴു പിടിക്കും. പുറത്തൊക്കെ ആണെങ്കിൽ എന്തോ ഒന്നിനും കൊള്ളത്തില്ല, വെട്ടിപ്പൊട്ടിച്ച് വെയിലത്ത് വെച്ച് ലാസ്റ്റ് എടുത്ത് അവന് ആട്ടി തീ കത്തിക്കും. വെള്ളം നടത്താൻ കളയും. ഇപ്പൊ വെള്ളം നടത്താൻ ആവശ്യമില്ല, ഓട്ടോമാറ്റിക് സോളാർ സിസ്റ്റമാണ്. എല്ലാം നമ്മുടെ സോളാറാണ്, മുഴുവൻ എല്ലായിടവും സോളാറാണ്. വെള്ളം എപ്പോ വേണേൽ ചൂടാകും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തീയുടെ ആവശ്യമില്ല, ഇപ്പൊ തീയരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന വ്യക്തികൾ മാത്രമേ എവിടെ ചെല്ലത്തുള്ളൂ? ഈ രാജ്യത്തിലോട്ടൊന്ന് നമ്മുടെ കുറിവാക്യം എന്തോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മനസ്സിലായി? നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാനസാന്തരപ്പെട്ട് നമ്മൾ ഈ രാജ്യത്തിലോട്ടൊന്ന് കാലെടുത്ത് വെക്കുക. ഇനി നമ്മൾ നോക്കി മത്തായി സുവിശേഷം 3-ന്റെ വായിച്ചു. പിന്നെ കൊലോസ്യ ലേഖനം 3:9 വായിച്ച് 9-10. കൊലോസ്യ ലേഖനം 3:9-10. യഥാർത്ഥ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിരിക്കണേ. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും പറഞ്ഞേ. ബട്ട് ആദ്യം നിങ്ങളാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്താ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു വലിയ പ്രയാസം. എന്താ ഉരിഞ്ഞു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളങ്ങോട്ട് മാറ്റി. നമ്മുടെ നാട്ടിലേക്ക് ഓവർ ഹോളിംഗ് എന്നൊരു പരിപാടി. ഓവർ ഹോളിംഗ് കേട്ടിട്ടുണ്ടോ? 72-ലെ ഒരു അംബാസഡർ കാർ വാങ്ങിച്ച് നമ്മളങ്ങോട്ട് എന്ത് ചെയ്യും? ഒരു ഓവർ ഹോളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു മെറ്റാഡോ റിഞ്ചനൊക്കെ അതിനകത്ത് കയറ്റി. ഇപ്പൊ പരിപാടിയൊന്നുമില്ല. ഇപ്പൊ അതിനേക്കാളും ഒന്നാലും സുന്ദരൻ കാറുകൾ നമുക്ക് കിട്ടും. പണ്ട് 72-ലെ ഒരു കാറിനോട്ട് വാങ്ങിച്ച് അംബാസഡർ കാർ വാങ്ങിച്ച്
ഒരു മെറ്റാഡോറിന്റെ എഞ്ചിൻ അത് കയറ്റിക്കഴിഞ്ഞ് എന്നിട്ട് അതൊന്ന് ഓവറോൾ ചെയ്ത് എല്ലാം പെയിന്റ് ഒക്കെ അടിച്ച് പുറത്തിറക്കി കഴിയുമ്പോൾ അവന്റെ ഗമയൊന്നും കാണും. ആളുകൾ നാല് ചുറ്റും കൂടി പുതിയ കാറിനോട്ടൊന്നും കൊണ്ട് ഇറക്കിയിരിക്കുന്ന പരിപാടി. ഇപ്പൊ ആരെങ്കിലും ആ കാറ് കണ്ടാലും പറയും. ഇപ്പൊ ആരെങ്കിലും അടുത്തോട് ഈച്ച പോലും പോകുന്നില്ല. കാര്യം അതിനെക്കെട്ടി നല്ല ഒന്നാമതിനും കാറുകൾ സുസുക്കി, ഓടി, ബീഡി എന്ന് ഏതൊക്കെ കാറുകളാ പുറത്തിറങ്ങുന്നത് അല്ലേ? ആ കാറുകൾ ഓട്ടോമാറ്റിക്, SUV എന്ന് വേണ്ട, BMW, പേരുകൾ പറയാൻ നമുക്ക് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ കാറുകൾ ഇറങ്ങുക. ഓവർ റോളിംഗ് കൊണ്ടൊന്നും യാതൊരു ഒരു പ്രയോജനമില്ല. അതൊക്കെ പണ്ടത്തെ കാലത്താണ്. നമ്മൾ എന്ത് ചെയ്യും? ഓവർ റോൾ ചെയ്യും. പഴയ കാര്യം കളയത്തില്ല. ആ കാറിന്റെ മണ്ടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? പോളിഷല്ല, വെള്ളിയെടുത്ത് വെൽഡ് ചെയ്യും. അവിടെ രഗടും രഗട് എന്ന് പറഞ്ഞാൽ ഒരച്ച ലെവലാക്കിയിട്ട് പുട്ടിയാക്കിയിട്ട് നല്ല സുന്ദരമായിട്ട് പെയിന്റിംഗ് ആയി കൊടുത്ത് ഡെന്റിങ് ആൻഡ് പെയിന്റിംഗ് വേറെ എപ്പോ ഒരു പേരുണ്ട്, ഡെന്റിങ് ആൻഡ് പെയിന്റിംഗ്. അതൊക്കെ സുന്ദരമാക്കി കാറ് പുറത്തിറക്കും. പക്ഷെ ഇപ്പൊ ആ കാറിന് വിലയില്ല. അതിലും വില കുറഞ്ഞ അതിൽ ക്വാളിറ്റി കൂടിയ കാറുകൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ആ കാറിനാരും പോകത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മണ്ടയ്ക്ക് നമ്മൾ ഓവറോൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാലൊന്നും സംഗതി നടക്കത്തില്ല. മനസ്സിലായോ? അതൊക്കെ പണ്ട് കാലം നടക്കുമായിരുന്നു. കേടാ, ഓവറോൾ ചെയ്തിട്ട് നല്ല കാര്യങ്ങളൊക്കെ. ഇപ്പൊ അത് നടക്കത്തില്ല. ഇപ്പൊ എന്താ വേണ്ടത്? ഇപ്പൊ നമ്മള് പുതിയത് പഴയതിനെ അങ്ങോട്ട് എന്ത് ചെയ്യണം? ഉരിഞ്ഞ് കളയണം. പഴയനെ മാറ്റി കളയണം. കളഞ്ഞിട്ട് എന്താ കൊടുക്കണമെന്ന് നോക്കി. അടുത്ത പഴയനെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം, ദൈവത്തിന്റെ പ്രതിമയോടല്ലോ, ദൈവത്തിന്റെ ആ പ്രകാരമുണ്ടല്ലോ, എക്സാക്ട് അത് തന്നെ, ട്രൂ കോപ്പി. നമ്മൾ പറയുമല്ലോ, നമ്മൾ പണ്ടൊക്കെ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്തോ എഴുതുന്നത്? ട്രൂ കോപ്പി എന്ന് ആദ്യം അവിടെ എഴുതും. എന്നിട്ട് പിന്നെ സെൽഫ് അറ്റസ്റ്റ് ഒക്കെ വേറെ പരിപാടി ഉണ്ടായിരുന്നു. ട്രൂ എഴുതിയില്ലെങ്കിൽ അതിനകത്ത് ചെയ്യത്തില്ല. ചില വില്ലേജ് ഓഫീസർ പേടിക്കുന്നത്, വില്ലേജ് ഓഫീസർ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. വില്ലേജ് ഓഫീസർ ഗമയൊന്നും കാണാം. അച്ഛൻ്റെ കാര്യം പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ സംഭവം എന്താ? നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങിച്ച് അതിന് 2 കോപ്പി അന്നത്തെ സ്റ്റൈപ്പിൽ ചുട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് പുള്ളി കൊണ്ടുവന്ന് കാണിക്കാം, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പുള്ളി ഒന്ന് ഉപ്പിടുന്നതിനാണ് ഈ ഗമ നമ്മുടെ മണ്ടയ്ക്ക് നോക്കി ചിന്തിച്ച് നോക്കിയ ട്രൂ കോപ്പി. ട്രൂ കോപ്പി ഒന്നും നടക്കത്തില്ല. എക്സാക്ട് അതുപോലെ ദൈവത്തിന്റെ പ്രതിമപ്രകാരം നമ്മൾ ആയിത്തീരണം. അടുത്ത പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ എന്ത് ചെയ്യണം? ധരിക്കണം. അതാണ് യഥാർത്ഥ മാനസാന്തരം. മനസ്സിലായ? പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ നാം ധരിക്കണം. ഈ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ പ്രസിഡന്റാണ്, അല്ല പ്രൈം മിനിസ്റ്ററാണ്. പുതിയ മനുഷ്യൻ ആരാ? അല്ല എഴുതിയിട്ടുണ്ട്. പുതിയ മനുഷ്യൻ ആരാന്ന് നോക്കി. പുതിയ കളഞ്ഞു. അടുത്ത് സൃഷ്ടിച്ചവന്റെ, നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരമുള്ള ആ പുതിയ മനുഷ്യൻ. പലപ്പോഴും നമുക്ക് ആ കാര്യം, നമ്മളെ സൃഷ്ടിച്ചവന്റെ കാര്യം നമ്മളങ്ങ് മറന്നു പോകും. ഈ പുതിയൊന്ന് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ അതിന്റെ പുറകെ നടക്കാൻ പോകും. നമ്മള് പുതിയതിന് പുറകെ പോവാ. നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരമാ പോകേണ്ടതെന്നുള്ള വിവരം നമുക്ക് ഇല്ല. അതാണ് യഥാർത്ഥമായ മാനസാന്തരം. ഞാൻ പഴയത് ആയിരുന്ന അവസ്ഥയിൽ നിന്ന്, ഞാൻ പാപത്തിന്റെ അധീനതയിൽ കിടന്ന, അതിന്റെ അടിയിൽ കിടന്ന് നാറുന്ന അവസ്ഥയിൽ കിടന്ന് 40 ദിവസം കിടന്ന് വായിക്കുമ്പോ എന്താ പറയുന്നത്? നാശകരമായ കുഴിയിൽ കിടന്ന, പിന്നെ കുഴഞ്ഞ ചേറ്റില്, കുഴഞ്ഞ ചേർന്ന് തന്നെ കുഴപ്പം, അതിനോട് പിന്നെ കുഴഞ്ഞ ചേറ്റില് അവിടെ കിടന്ന അമ്മ എന്ത് ചെയ്യുന്നു? എടുത്തിട നിർത്തിയിരിക്കുക. ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയിരിക്കുക. അപ്പം ക്രിസ്തുവിന്റെ പ്രതിമ പ്രകാരമുള്ള ഒരു പുതിയ മനുഷ്യനായി മാറുന്ന അവസ്ഥയ്ക്കാണ് എന്താണ് പറയുന്നത്? മാനസാന്തരം. അപ്പൊ ആ മാനസാന്തരം പ്രാപിച്ച വ്യക്തിയാ എങ്ങോട്ട് കയറുന്നത്? ഈ ദൈവ രാജ്യത്തിലോട്ട് കയറുന്നത്. അപ്പൊ ആ ദൈവരാജ്യത്തിൽ കയറുമ്പോൾ അറിഞ്ഞു നോക്കാൻ നോക്കി. ഇനി അതിന്റെ 2 Corinthians 5:17 വായിച്ചു നോക്കി. ആ വ്യക്തിയുടെ ഗുണമെന്ന് നോക്കി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടിയാ. ഓവറോളിംഗ് അല്ല, മനസ്സിലായോ? ഒരു ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഇനി ആ അധ്യായത്തിന്റെ അവസാനം 21-ാം വാക്യം, 2 കൊരിന്ത്യർ 5:21 വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. നോക്കി, ആ പാപമാക്കിയത് തീർത്ത് നാം വിശ്വസിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം. ഒരു പുതിയ ജീവി, ഒരു പുതു ജീവി അവിടെ പിറക്കുകയാണ്. മനസ്സിലായോ? ഈ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാനുള്ളതായ ഈ ആദ്യത്തെ പടിയാണ്. അടുത്ത് നോക്കേ. ഇനി നമുക്ക് നോക്കാം എന്താണ് അങ്ങനെയുള്ളത്, എങ്ങനെ പുതുതായി അവനെ പുതിയ മനുഷ്യനെ ധരിക്കണം. അടുത്ത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3:3. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ എന്താ വേണം? പുതുതായിട്ട് ജനിക്കണം. നമുക്കറിയാം ആരാണെന്ന് ചോദിച്ച കർത്താവിനോട് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചത്? നിക്കോദിമോസ്. പരീശന്മാരുടെ പ്രമാണിയാണെന്ന് ചോദിക്കുക. ഈ പുതുതായിട്ട് ജനിക്കുക അത് വേണം. ആമേൻ ആമേൻ ഞാൻ എന്ത് പറയുന്നു? നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം. അപ്പൊ ഇദ്ദേഹത്തിനൊരു സംശയം നമുക്കുണ്ടായിരുന്ന പോലെ, നമുക്ക് ഇപ്പോഴില്ല, നമുക്ക് പണ്ടുണ്ടായിരുന്നൊരു സംശയം അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഈ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഈ സെയിം സംശയം ഉണ്ടായിരുന്നു. ഇത്രയും പ്രായമായി ഞാൻ എങ്ങനെ ഇരിക്കും? അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി എങ്ങനെ ജനിക്കും? ഇതൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അത് നമുക്കുണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നു. നിക്കോദിമോസിനും ഉണ്ടായി. അപ്പൊ യേശു ക്രിസ്തു എന്താ പറഞ്ഞത് നോക്കി, അതിന്റെ 5-ാം വാക്യം നോക്കി. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. 5:5. അതിന് യേശു ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. വെള്ളത്താലും ആത്മാവും, 2 കാര്യം വേണം. എങ്ങനെ വേണം? വെള്ളവും ആത്മാവും. നമുക്ക് പലപ്പോഴും പല സംശയങ്ങളുണ്ട്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് പരിശുദ്ധാത്മാവും കൂട്ടും. വെള്ളം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? വചനമാസം. പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്താഗതി വരുന്നത് എന്തോ സ്നാനം എന്നുള്ളതാണ്. പക്ഷെ അതല്ല, വചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ചേർന്ന് ഒന്നിച്ച് ക്രിയ ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതുജനം സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥമായി എന്താവുന്ന ഒരു മാനസാന്തരം, പുതുജനം പ്രാപിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കൊടുക്കാം. യാക്കോബിന്റെ ലേഖനം 1:18. ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ സത്യത്തിന്റെ വചനം കൊണ്ടാണ് നാം എന്താകുന്നത്? ജനിക്കുന്നത്. സത്യത്തിന്റെ വചനത്താൽ നാം ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളവിടെ വായിച്ചു, യോഹന്നാൻ 5:7 നാം വായിച്ചെന്താണ്? അല്ല, 3:5 നാം എന്താ വായിച്ചേ? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ നാം ഇവിടെ നമ്മൾ വായിക്കുന്നത്, യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നത്, സത്യത്തിന്റെ വചനത്താൽ നമ്മെ എന്ത് ചെയ്യുന്നു? ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ. ഇനി നമുക്ക് നോക്കാം 1 പത്രോസ് 1:23. 1 പത്രോസ് 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. അപ്പം ഇത് കെടുന്ന ബീജമല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതുമായ ഈ ബീജത്താൽ നാം എന്ത് ചെയ്യുന്നു? നാം ജനിക്കുകയാണ്. വചനമാകുന്ന ബീജവും പരിശുദ്ധാത്മാവ് ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ശിശുവായി ജനിക്കുന്നത് പോലെ നാം ഈ ലോകത്തിൽ ജനിക്കുന്ന പോലെ തന്നെ ഈ നമ്മുടെ വചനവും നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് നാം എന്തായി മാറുന്നു? ഒരു വീണ്ടും ജനനം അവിടെ പ്രാപിക്കും.